അതെ, ഫോട്ടോഗ്രാഫി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് പരിപാടിക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും പിന്നെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഭ്രാന്ത് പോലെ അങ്ങോട്ട് ഫോട്ടോഗ്രാഫറായിട്ട് പിന്നെ അങ്ങ് തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര ഇൻറ്റൻസ് ആയിരുന്നു അതിനോടുള്ളൊരു ഇഷ്ടം. അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് പടം എടുക്കുക, പിന്നെ അങ്ങോട്ട് പഠനം നടത്താൻ തുടങ്ങി. പിന്നെ ഞാനവിടെ കളർ ലാബിൽ കളക്ഷൻ ഏജൻറ്റായിട്ട് പോകുമായിരുന്നു. അപ്പോൾ ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ ഏജൻസിയുടെ ഒരു ജോലി ഞാൻ ഉച്ച കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ 15 സ്റ്റുഡിയോകളിൽ പോവും നമ്മൾ. അവരുടെ കയ്യിൽ നിന്ന് തലേ ദിവസം അവർ ഷൂട്ട് ചെയ്തിട്ടുള്ള ഫിലിം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഈ ഞാൻ നിൽക്കുന്ന കളർ ലാബിൽ പ്രോസസ്സിങ്ങിന് കൊടുക്കും. പ്രോസസ്സിങ്ങിന് കൊടുത്തിട്ട് അവർ പിന്നെ മാർക്ക് ചെയ്തിരുന്ന പ്രിൻ്റ് ഞാൻ അടിച്ചുകൊണ്ട് കൊടുക്കും. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ തലപ്പുറമിൽ 150 ഫോട്ടോഗ്രാഫേഴ്സോളം വന്നിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ അനുദിനം നമ്മൾ ഈ 150 ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഫോട്ടോ കാണുകയാണ്, നമ്മൾ കളർ ലാബിൽ നിന്ന് കാണുകയാണ്. അപ്പോൾ ഞാൻ ഒരു ഫോട്ടോഗ്രാഫറുടെ കീഴിലല്ല, ഇത്രയും ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഫോട്ടോ കാണുക, അനലൈസ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൻ്റെ അപ്പോൾ പ്രിൻ്റർ പറയും ഈ ഫോട്ടോയാണ് നല്ലത്. ഞങ്ങളുടെ നാട്ടിൽ സജി എന്ന് പറഞ്ഞൊരു പ്രിൻ്റർ ഉണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ പറയുകയാണ് ഈ ഫോട്ടോയാണ് നല്ലത്, ഈ കാരണം കൊണ്ട് ഈ ഫോട്ടോ നല്ലതാണ്. അപ്പോൾ നല്ലത് ഏത് എന്ന് നമ്മൾ അന്വേഷിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ അപ്പോൾ നമ്മൾ ബെസ്റ്റ് ആവാൻ നോക്കും. അതിലേറ്റവും ബെസ്റ്റ് ഫോട്ടോഗ്രാഫർ ആരാണോ അയാളെ ഫോളോ ചെയ്യും. അങ്ങനെ കുറേ കാലം ഫോട്ടോ എടുത്ത് പിന്നെ നമ്മൾ മീഡിയയിൽ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫി തുടങ്ങി. മംഗളത്തിൽ ജോലി ചെയ്തു, ഒരു വർഷം മംഗളം പത്രത്തിൽ ജോലി ചെയ്തു. പിന്നെ അവർ തന്നെ കന്യക എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ജോലി ചെയ്തു. അവിടുന്ന് പിന്നെ വനിത എന്ന മാഗസിനിൽ 8 വർഷത്തോളം ജോലി ചെയ്തു. സ്വാഭാവികമായിട്ടും ഈ കാലങ്ങളായിരിക്കാം നമ്മുടെ ഒരു വികാസം നമുക്ക് ഉണ്ടാക്കുന്നത്. മെൻ്റലി ചിന്തിക്കാനും വിഷ്വലി ചിന്തിക്കാനും. വനിതയിലിപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നത് മാർട്ടിൻ ആണ്. മാർട്ടിൻ പ്രക്കാട്ട് അവിടെ വനിതയിലൊരു സ്വഭാവം എന്താ വെച്ചാൽ എല്ലാവരും കൂടെ ഇരിക്കുന്നു. അപ്പോൾ സിനിമയാണ് ചർച്ച. തലേ ദിവസം കാണുന്ന സിനിമകൾ പിറ്റേ ദിവസം ഇരുന്ന് ചർച്ച ചെയ്യുന്നു, സിനിമ കഥകൾ പറയുന്നു, യാത്രകളിൽ സിനിമ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ സിനിമയോടുള്ളൊരു താല്പര്യം അവിടെ ആയിരിക്കുന്നു. പിന്നെ എൻ്റെ കൺമുന്നിൽ നിന്ന് മാർട്ടിൻ സിനിമ എടുക്കുന്നു, സിനിമയുടെ കഥ പറയുന്നു, കഥ ഡെവലപ്പ് ആവുന്നു, സ്ക്രിപ്റ്റ് ആവുന്നു, ഷൂട്ട് ചെയ്യുന്നു, അത് പുറത്തേക്ക് ഇറങ്ങുന്നു. റിലീസ് ദിവസം ബെസ്റ്റ് ആക്ടർ റിലീസ് ദിവസം ഞാൻ മാർട്ടിനോട് ഒരുമിച്ചാണ് പോയത്. അപ്പോൾ മാർട്ടിൻ വളരെ സീരിയസ് ആയിട്ട് എല്ലാവരും പറഞ്ഞു വിട്ടു. നീ അങ്ങോട്ട് പോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറഞ്ഞു വിട്ടിട്ട് ഞാൻ എൻ്റെ കാറിൽ കയറിയിട്ട് മാർട്ടിൻ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് മാർട്ടിൻ കരഞ്ഞിട്ട് മാർട്ടിൻ പറഞ്ഞു വിടാം. അപ്പോൾ ഞാനെന്താണ് മാർട്ടിൻ അങ്ങനെ ഇമോഷണൽ ആവുന്നത് എനിക്ക് മനസ്സിലാവും. മാർട്ടിൻ പറഞ്ഞു, നമുക്ക് പരിചയമില്ലാത്ത എത്രയോ ആളുകൾ ലോകത്തുനിന്ന് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ വിളിച്ചിട്ട് വിഷയമാണ്. ഒരു മനുഷ്യൻ്റെ ഒരു സിനിമ സക്സസ് ആവാൻ വേണ്ടി വിഷയമാണ്. ഇതിനേക്കാളും ഇമോഷണലായിട്ട് എങ്ങനെയാണ് എന്ന് പറയുന്നു. പിന്നെ മാർട്ടിൻ്റെ കൂടെ ഞാൻ തിയേറ്ററിൽ ചെല്ലുമ്പോൾ അധികം ആളില്ല. അപ്പോൾ മാർട്ടിൻ ടെൻഷനായി, എങ്ങനെയാണ് ആളൊന്നും ഇല്ലല്ലോ, എന്ത് ചെയ്യും. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആളൊക്കെ വന്ന് കൂടി, സിനിമ തുടങ്ങി. ഞാൻ മാർട്ടിൻ്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. സിനിമ കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് മാർട്ടിൻ്റെ ആൾക്കാർ പൊക്കിയെടുത്തോണ്ട് പോവുകയാണ് സിനിമയുടെ സക്സസ്. പിന്നെ മാർട്ടിൻ്റെ ഒരാഴ്ചത്തേക്ക് ഫോൺ നിലത്ത് വയ്ക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ മാർട്ടിൻ്റെ സുഹൃത്താണെന്ന് പറയുമ്പോൾ അപ്പോൾ ആൾക്കാർ എന്നോട് പോകും, മാർട്ടിൻ്റെ സുഹൃത്താണല്ലേ, അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ മാർട്ടിൻ ABCD സിനിമ. അപ്പോൾ നമ്മുടെ കൺമുന്നിൽ കാണുന്ന കാഴ്ചകളാണിത്. പിന്നെ ലാൽജു സാറിനോട് അസിസ്റ്റ് ചെയ്തിരുന്നു ഒരു സിനിമയിൽ. അപ്പോൾ അവിടെ നിന്നാണ് ഒരു സിനിമ ഒരു ക്ലാപ്പ് അടിക്കുക, അല്ലെങ്കിൽ സിനിമയുടെ ഒരു സെറ്റിൽ എന്താണ് പ്രാക്ടിക്കലായിട്ട് സംഭവിക്കുക എന്നൊക്കെ നമ്മൾ അവിടെ നിന്നാണ്. സിനിമ എന്ന് പറയുന്നൊരു മീഡിയ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്ട്രോങ് മീഡിയ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മറ്റ് മീഡിയയൊക്കെ ഉണ്ട്. സിനിമ ചിലപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രം പറയുന്നതായിരിക്കാം. എന്തൊക്കെ പറഞ്ഞാലും ന്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും സിനിമയുടെ ഒരു മാജിക്കുണ്ട്. അത് നമുക്കത് പുറത്ത് പോകുമ്പോൾ മനസ്സിലാവും. ഇനി ഫെയിമാണോ പണമൊന്നും എനിക്ക് കിട്ടി തുടങ്ങിയിട്ടില്ല, കിട്ടുമായിരിക്കും. പക്ഷേ ഇതിൻ്റെ നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞാൻ മാധ്യമപ്രവർത്തകനായിട്ട് 12 വർഷം ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. മാധ്യമപ്രവർത്തനം എന്നുള്ള റെസ്പെക്റ്റ് ഭയങ്കരമാണ്. മാധ്യമപ്രവർത്തനം എന്നുള്ള റെസ്പെക്റ്റിൽ നിന്നാണ് എനിക്ക് സിനിമ ചെയ്യാൻ പറ്റുന്നത്. കാരണം ഓരോ സെലിബ്രിറ്റീസിൻ്റെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവർ നമ്മളെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നമുക്കൊരു സീറ്റ് തന്നിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തനം എന്നുള്ള രീതിയിലാണ്. നിങ്ങൾ വന്നിരിക്കൂ, ഈ കഥ ഞാൻ കേൾക്കാം എന്നവർ പറയാൻ തയ്യാറായത് 100% ഒരു മാധ്യമപ്രവർത്തകനായതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഒരു 12 വർഷം മാധ്യമപ്രവർത്തകനായിട്ട് നമ്മൾ അതിൻ്റെ സന്തോഷത്തിലും ആനന്ദത്തിൽ തന്നെ 100% ഹാപ്പി ആയിട്ടാണ് ഞാൻ മാധ്യമപ്രവർത്തനം നടത്തിയത്. 100% ഞാൻ ഹാപ്പി ആയിരുന്നു. പക്ഷേ ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡിനൊക്കെ ഒരു വ്യത്യാസമുണ്ട്. ഒരു സിനിമാ സംവിധായകനോട് അവർ കുറച്ചുകൂടെ സ്നേഹമുണ്ടോ ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ അവരുടെ അടുത്ത ആളാണെന്നോ, അവർ പറയുമ്പോൾ ഒരു കഥ പറയാനുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു കഥയുണ്ട്. പിന്നെ എഡ്യൂക്കേറ്റഡാണ് ആൾക്കാർ സിനിമയെക്കുറിച്ച്. സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ പോലും സിനിമയുടെ കാര്യത്തിൽ എഡ്യൂക്കേറ്റഡാണ്. അവനോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ജയൻ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്. അവൻ സിനിമയുടെ ചില കാര്യങ്ങൾ പറയും, അത് അങ്ങനെ ചെയ്യാമായിരുന്നു, ഇതിങ്ങനെ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ആ പാട്ട് അങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ അവൻ പറയുന്നതായിട്ട് നമ്മൾ ഞെട്ടിപ്പോകും. കാരണം
അവൻ്റെ എഡ്യൂക്കേഷൻ അല്ലെ, അവൻ വർഷങ്ങളായിട്ട് സിനിമ കാണുന്നതാണ്, സിനിമയെ വിശകലനം ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെയൊക്കെ അറിവ് വളരെ വലുതാണ്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ സിനിമയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും, സിനിമ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ ആൾക്കാരിലും ഒരു കഥ പറയാനുണ്ടാവും, എല്ലാ ആൾക്കാരിലും ഒരു സംവിധായകനുണ്ടാവും. നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട സ്ഥാനത്ത് എഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ പറയും ഇത് കണ്ട അവിടെ എഡിറ്റ് ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയും. അപ്പോൾ അവരുടെ എഡ്യൂക്കേഷൻ വലുതാണ്, അവരുടെ സെൻസ് വലുതാണ്. അപ്പോൾ ആ സെൻസിനോടൊക്കെ വേണം നമ്മൾ, ആ സെൻസിൻ്റെയൊക്കെ മുന്നിൽ വേണം നമ്മൾ സിനിമ വെക്കാനായിട്ട്. അപ്പോൾ മിനിമം അവനെ വെല്ലുവിളിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ ഈ പ്രേക്ഷകരെ വെല്ലുവിളിക്കാതിരുന്നാൽ നമുക്ക് സേഫായിട്ട് പോകാൻ തോന്നും. പ്രേക്ഷകർ കാണുക എന്നുള്ളതാണ് അപ്പോൾ പ്രേക്ഷകരെ കാണാനും അവർക്ക് ഇഷ്ടപ്പെടാനും തരത്തിൽ സിൻസിയറായിട്ടുള്ള സിനിമകൾ നമ്മൾ എടുക്കുമ്പോൾ സാറ്റലൈറ്റിൻ്റെ ആളുകൾ, ചാനലുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യും, പ്രേക്ഷകർ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതല്ലാതെ വേറൊരു ഷോർട്ട് കട്ട്സും ഇല്ല. അല്ലാതെ നമ്മൾ ഞങ്ങൾ ഒരു ഇന്ന ആർട്ടിസ്റ്റിന് ഡേറ്റ് ഉണ്ട്, ഇന്ന സംഭവമുണ്ട്, ഇന്ന പോലെ പരിപാടിയുണ്ട്, നിങ്ങൾ കുറച്ച് സാറ്റലൈറ്റ് ഇവിടെ നിന്ന് തരും, ഞങ്ങൾ കുറച്ച് തരും എന്നുള്ള പരിപാടി നടക്കില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ആൾ വിചാരിക്കേണ്ടത് റിസ്ക് തന്നെയാണ് സിനിമ. ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുമ്പോൾ 50% പൈസ പോകാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ വളരെ അപൂർവമായിട്ട് നമ്മളിപ്പോൾ 1 ലക്ഷം രൂപ മുടക്കി ഒരു സ്ഥലം എടുത്തു കഴിഞ്ഞാൽ അത് വിറ്റില്ലെങ്കിലും 1 ലക്ഷം രൂപയെങ്കിലും മിനിമം കിട്ടും. പക്ഷേ ഇത് ഇരിക്കും തോറും ഇതിൻ്റെ വാല്യൂ കുറഞ്ഞ് അതില്ലാതായി മാറും. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് അല്ലെങ്കിലും സിനിമ ചെയ്യാൻ വരുന്ന ആൾ, ഇപ്പോൾ എൻ്റെ അടുത്ത് സിനിമ ചെയ്യാൻ വരുന്ന ആളുകളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ സിനിമയെ വിശ്വസിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. സാറ്റലൈറ്റ് ഇതിന് ഇത്ര രൂപ കിട്ടുമെന്ന് എനിക്ക് ഓഫർ ചെയ്യാൻ പറ്റില്ല. അതൊന്നും എൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. സാറ്റലൈറ്റ് എടുക്കാം, എടുക്കാതിരിക്കാം. ഈ സിനിമയിൽ നിങ്ങൾ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ സിനിമ ചെയ്യുക. ഈ സിനിമ നല്ലതാവാൻ വേണ്ടിയിട്ട്, നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാവാൻ വേണ്ടി നിങ്ങളൊപ്പം നിൽക്കുക. അപ്പോൾ ഇതിൻ്റെ ഔട്ട് വരുമ്പോൾ ഈ പറയുന്ന പോലെ പ്രേക്ഷകന് ഇഷ്ടപ്പെട്ടാൽ മൊത്തം കാര്യങ്ങളും പോസിറ്റീവായിട്ട് നടക്കുമായിരിക്കും. അതല്ലാതെ അതിന് മുൻപുള്ള ഒരു ബിസിനസ് സാധ്യതയെക്കുറിച്ച്, ഞാനൊരു ബിസിനസ്സുകാരനല്ല, എനിക്ക് ബിസിനസ് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് വേറൊരു സാധ്യതയെക്കുറിച്ചും ഞാൻ ആർക്കും ഓഫർ കൊടുക്കുകയോ ഞാൻ ആരോടും പറയുകയോ ഇല്ല. ഞാൻ ഒന്നുകൂടെ പബ്ലിക്കായിട്ട് ഞാൻ അനൗൺസ് ചെയ്യാണ്, എൻ്റെ സിനിമകൾക്ക് സാറ്റലൈറ്റ് കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആരോടും പറയില്ല. ഈ സിനിമ, എൻ്റെ അടുത്ത സിനിമയ്ക്ക് ഇത്ര രൂപ സാറ്റലൈറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്, ഒരു ഉറപ്പുമില്ല. സാറ്റലൈറ്റ് വന്നാൽ വന്നു. പക്ഷേ ചെയ്യുന്ന ജോലി, സിനിമ എന്ന് പറയുന്നത് ഞാൻ വളരെ സിൻസിയറായിട്ട് ചെയ്യും. ആ കാര്യത്തിൽ ഞാൻ ഒരു കോംപ്രമൈസും ചെയ്യില്ല. ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, എൻ്റെ സെൻസിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സിനിമ എടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. മറ്റൊരു കാര്യവും എനിക്ക് അറിഞ്ഞുകൂടാ, മറ്റൊരു ബിസിനസ്സും എനിക്ക് അറിഞ്ഞുകൂടാ.